ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖഹിൻ്റെ 310-ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ അറവിൻ്റെ നിയമങ്ങളാണ് പറയുന്നത്. അതിൽ സുനനു ദബഹ്, അറവിൻ്റെ സുന്നത്തുകളാണ് ഇനി ഇവിടെ വായിക്കുന്നത്. ഒന്നാമത്തെ സുന്നത്ത് കൗനു ദാബിഹി, അറുക്കുന്നയാൾ റജുലൻ ആഖിലൻ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ ഒരു തിരിച്ചറിവുള്ള ബുദ്ധി ഒക്കെ ഉള്ള ഒരാളാകലാണ് ഏറ്റവും നല്ലത്. പുരുഷനാകലാണ് ഏറ്റവും നല്ലത്. പെണ്ണറുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അതേപോലെ നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ വേദഗ്രന്ഥം കൊടുക്കപ്പെട്ട മറ്റുള്ള ആളുകൾ അറക്കുന്ന രൂപവുമുണ്ട്. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറ്റുമെങ്കിലും മുസ്ലിമായ ഒരു പുരുഷനാകലാണ് ഏറ്റവും നല്ലത്. പുരുഷൻ എന്ന് പറയുമ്പോൾ തന്നെ ബുദ്ധിമാനായ പുരുഷൻ, അഥവാ ഭ്രാന്ത് ഒന്നുമില്ലാത്ത ആള്, അങ്ങനെ ആകലാണ് ഏറ്റവും നല്ലത്. അയ്യുഹിദ്ദ ഷഫ്രത്തഹു ബിഹൈസു ലാ യറാഹുൽ മദ്ബൂഹു, അറുക്കപ്പെടുന്ന ജീവി കാണാത്ത രീതിയിൽ കത്തിക്ക് മൂർച്ച കൂട്ടൽ, അതാണ് സുന്നത്ത്. ഈ ജീവി അത് കാണണ്ട, ഈ കത്തിക്ക് മൂർച്ച കൂട്ടുന്നത്. അൻ യസ്ഖിയഹുൽ മാഅ വയസൂഖഹു ബിരിഫ്ഖിൻ, അതിന് വെള്ളം കുടിപ്പിക്കുക ഈ അറുക്കുന്നതിൻ്റെ മുമ്പ്. അതേപോലെ അതിനെ വളരെ മയമായിട്ട് കൊണ്ടുപോവുക അറുക്കുന്ന സ്ഥലത്തേക്ക്. നാലാമത്തത് യക്കൂനൽ ബഈറു ഖായിമൻ, ഒട്ടകമാണെങ്കിൽ അത് നിൽക്കട്ടെ, നിൽക്കുന്ന രീതിയിൽ ആണ് അതിൻ്റെ അറവ് നിർവഹിക്കുക. വഗൈറുഹു, മറ്റുള്ള ജീവികൾ, ഒട്ടകമല്ലാത്ത ജീവികൾ, മുൽജഅൻ അലൽ ഐസരി, ഇടതു ഭാഗത്തേക്ക് ചെരിച്ചു കടത്തിക്കൊണ്ടാണ് അതിനെ അറുക്കേണ്ടത്. അതാണ് നാലാമത്തെ സുന്നത്ത്. യസ്തഖ്ബിലൽ ഖിബലത്ത, ഈ അറുക്കുന്നയാൾ ഖിബലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക, അത് സുന്നത്താണ്. വയുവജ്ജിഹ ഇലൈഹ മദ്ബഹ ദബീഹ, അറുക്കപ്പെടുന്ന ജീവിയുടെ ആ അറുക്കുന്ന സ്ഥലം, കത്തി വയ്ക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ കഴുത്തിലെ, ആ ഭാഗത്തെ ഖിബലയിലേക്ക് തിരിക്കുക, അതും സുന്നത്താണ്. ആറാമത്തെ സുന്നത്ത് യഖൂല ഇൻദ ദബഹി, അറവിൻ്റെ സമയത്ത് പറയൽ സുന്നത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. ബിസ്മി ചൊല്ലുക, എന്നിട്ട് തങ്ങളുടെ പേരിൽ സ്വലാത്ത് സലാമൊക്കെ ചൊല്ലുക, അത് സുന്നത്താണ്. ഏഴാമത്തെ സുന്നത്ത് അൻ യുൻഹറ കുല്ലുമാ ത്വാല ഉനുഖുഹു, കഴുത്ത് നീണ്ടു നിൽക്കുന്ന ജീവിയാണെങ്കിൽ അതിനെ കുത്തിയറുക്കുക. വയുദ്ബഹ ഗൈറുഹു, മറ്റുള്ള ജീവികളെ ദബഹ് ചെയ്യുക, അഥവാ കത്തി കൊണ്ട് മുറിക്കുക. കഴുത്തിന് നീളമുള്ള ജീവിയാണെങ്കിൽ അതിനെ കുത്തിയറുക്കുക. കുത്തിയറുക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കഴുത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗമായിട്ട്, കഴുത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു കുഴിഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കത്തി കൊണ്ട് കുത്തുക. അതിനെയാണ് അറബിയിൽ നെഹ്ർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ അറുക്കുന്ന ഒരു ശൈലിയുണ്ട്, അത് കഴുത്തിൻ്റെ ഏറ്റവും മേൽഭാഗത്തായിട്ട് കത്തി കൊണ്ട് മുറിക്കുക, അതാണ് ദബഹ് എന്ന് പറയുന്നത്. അപ്പോൾ കഴുത്തിന് നീളമുള്ള ജീവിയാണെങ്കിൽ അവിടെ കുത്തിയറുക്കലാണ്, അല്ലാത്തത് കത്തി കൊണ്ട് മുറിക്കലുമാണ്. അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഫല്ലവ്വലു, അങ്ങനെ കഴുത്തിന് നീളമുള്ളത് എന്ന് പറയുന്നതിൻ്റെ, അങ്ങനെയുള്ള ജീവികളുടെ ഉദാഹരണം പറഞ്ഞാൽ കല്ലിബി, ഒട്ടകം പോലെ, വൻ നആമി, ഒട്ടകപക്ഷി പോലെ, വൽ അവിസി, വൻവാത്ത് എന്നൊക്കെ പറയുന്ന താറാവിനത്തിൽപ്പെട്ട ഒരു ജീവി, അതുപോലെ വൽ ബത്തി, താറാവ്, അതൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ സുന്നത്ത് ഇങ്ങനെ കുത്തി അറുക്കലാണ്. വസാനി, രണ്ടാമത്തേത്, കഴുത്തിന് നീളമില്ല
എന്ന് പറയുന്നത് കൽ ബക്കരി, മാട്, മാട് വർഗത്തിൽപ്പെട്ട നമ്മുടെ മൂരി, കാള, പശു, പോത്ത്, എരുമ അങ്ങനെയുള്ളതൊക്കെ. വൽ ഗനമി, അതേപോലെ ആട്, അതൊക്കെ അതിൽപ്പെട്ടാണ്. അതൊക്കെ സാധാരണ നമ്മൾ കഴുത്ത് മുറിക്കലാണ്, അതാണ് സുന്നത്ത്. മറ്റൊന്ന്, എട്ടാമത്തെ സുന്നത്ത് ഖത്ഉൽ വദ്ജൈൻ. ഈ കഴുത്തിൻ്റെ രണ്ട് സൈഡിൽ ഉള്ള രണ്ട് ഞരമ്പുകളുണ്ട്. കഴുത്തിൻ്റെ രണ്ട് സൈഡിലുള്ള ഞരമ്പുകൾ, ആ ഞരമ്പുകളെ മുറിച്ച് കളയൽ സുന്നത്താണ്. അത് മുറിക്കൽ നിർബന്ധം വരുന്നില്ല. കാരണം ഹുൽക്കൂമും മരീഉം, ശ്വാസനാളം അന്നനാളം എന്ന് പറയണ അത് രണ്ടെണ്ണം മുറിഞ്ഞു പോകലാണ് നിർബന്ധം. ഈ ഞരമ്പുകൾ മുറിക്കൽ സുന്നത്താണ്. ഒമ്പതാമത്തെ സുന്നത്ത് അൻ യുസ്രി ഫിൽ ഖത്ഇ, മുറിക്കുന്നതിൽ വേഗത ഉണ്ടാക്കുക, പെട്ടെന്ന് മുറിക്കുക. ബി കലീലി തഹാമുലിൻ, ഒരൽപ്പം ഊന്നിക്കൊണ്ട്, ഈ ആയുധം കൊണ്ട് അല്പം ഊന്നുക, ആ ഊന്നൽ കൊടുത്തുകൊണ്ട് സ്പീഡിൽ മുറിക്കുക. അടുത്തത് മക്രൂഹാത്തു ദബഹി, അറവിലെ കറാഹത്തുകളാണ് പറയുന്നത്. ഒന്നാമത്തെ കറാഹത്ത് തർക്കു തസ്മിയത്തി അംദൻ, മനഃപൂർവം ബിസ്മി ചൊല്ലൽ ഉപേക്ഷിക്കൽ, അത് കറാഹത്താണ്. ബിസ്മി ചൊല്ലൽ സുന്നത്താന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്, മനഃപൂർവ്വം ഉപേക്ഷിക്കൽ. അൻ യദ്ബഹ ഹയവാനൻ ആഖറ, മറ്റൊരു ജീവിയെ അറുക്കുന്നു, ഔ യുഹിദ്ദ ഷഫറതഹു, അല്ലെങ്കിൽ ഇവൻ്റെ കത്തിക്ക് മൂർച്ച കൂട്ടുന്നു, ഫി വജിഹിഹി, മറ്റൊരു ജീവിയുടെ മുന്നിലിട്ട്. അപ്പോൾ ഒരു മൃഗത്തിൻ്റെ മുന്നിലിട്ടിട്ട് വേറൊരു ജീവിനെ അറുക്കുക, അല്ലെങ്കിൽ ഇയാളെ കത്തിക്ക് മൂർച്ച കൂട്ടുക, അത് കറാഹത്താണ്. അൻ യദ്ബഹു, മൃഗത്തെ അറുക്കുക കറാഹത്താണ്. അലൽ ഐമനി, വലതുവശത്തേക്ക് ചെരിച്ചു കിടത്തി അറുക്കുക, ഇടത്തോട്ടാണ് ചെരിക്കേണ്ടത്. ഔ ലൈലൻ, അല്ലെങ്കിൽ രാത്രിയിൽ അറുക്കുക. ഔ ബി കാര്യത്തി ത്വരീഖി, അല്ലെങ്കിൽ വഴിയുടെ ഒത്ത നടുവിൽ, കറക്റ്റ് നടുവിലിട്ട് അറുക്കുക. അങ്ങനെ വഴിയുടെ നടുവെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആളുകൾ ചവിട്ടിപ്പോകുന്ന, നടന്നു പോകുന്ന ഇടം. വഴി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ റോഡ് എന്ന് പറയുമ്പോൾ അതിനൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് എല്ലായിടത്തും ആളുകൾ നടക്കുന്നില്ല. കാരണം റോഡിന് സൈഡ് ഭാഗങ്ങളുണ്ട്, സൈഡ് ഭാഗത്തോടെ ആൾക്കാർ നടക്കാറില്ല. അപ്പോൾ അത് കാര്യത്ത് ത്വരീഖാവൂല, അവിടെ അറുക്കൽ കറാഹത്താവൂല. ആ സമയത്ത് വഴിയുടെ കറക്റ്റ് നടുവിലിട്ട് അറുത്താൽ അത് കറാഹത്താണ്. ആ സിയാദത്തു അലൽ ഖത്ഇൽ മത്ലൂബി, ശറഅ് നിർദ്ദേശിച്ച മുറിക്കലിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കൽ, കൂടുതലാക്കൽ, അത് കറാഹത്താ. ശറഅ് എന്താ നിർദ്ദേശിച്ചത്? അന്നനാളം മുറിക്കണം, ശ്വാസനാളം മുറിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ സുന്നത്തായിട്ട് പറഞ്ഞു കഴുത്തിൻ്റെ രണ്ട് സൈഡിലുള്ള ഞരമ്പുകൾ മുറിക്കണം. ഇതൊക്കെയല്ലേ ശറഅ് പറഞ്ഞത്. ഇതിനേക്കാൾ കൂടുതൽ മുറിക്കുക കറാഹത്താണ്. അതേപോലെ തന്നെ മറ്റൊരു കറാഹത്താണ് ഇബാനത്തു റസിഹി, തല വേർപെടുത്തുക. ചിലപ്പോൾ ചില ആളുകൾ കണ്ടില്ലേ, കോഴി അറുത്തു, തല വിട്ടുപോയി, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടെ ഒരു കറാഹത്ത് വരുന്നുണ്ട്. ആറാമത്തെ കറാഹത്ത് തഹരീക്കുഹു, മൃഗത്തെ, ജീവിയെ അനക്കുക, ഔ നഖലുഹു, അല്ലെങ്കിൽ അതിനെ നീക്കിക്കൊണ്ടു പോവുക, ഔ സൽഹുഹു, അല്ലെങ്കിൽ അതിൻ്റെ തൊലി പൊളിക്കുക, ഔ ഖത്ഉ ശൈഇൻ മിൻഹു, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ചൊരു ഭാഗം മുറിച്ചെടുക്കുക. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ എപ്പോൾ ചെയ്യുന്നു? കബല മൗത്തിഹി, ജീവി മരിക്കണതിൻ്റെ മുമ്പ്. അറുത്തിട്ട് ആ ജീവി മരിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ ആ ജീവിനെ അനക്കുക, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അത് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ അതിൻ്റെ തൊലി പൊളിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൻ്റെ എന്തെങ്കിലും കുറച്ച് മുറിച്ചെടുക്കുക. ഇതൊക്കെ കറാഹത്താണ്. ഇംസാക്കുഹു അനിൽ ഇൽത്തിറാബി, പെടയ്ക്കുന്ന ജീവിയെ പെടയ്ക്കാൻ സമ്മതിക്കാതിരിക്കുക. അറുത്ത് കഴിയുമ്പോൾ അതിനൊരു പെടയ്ക്കലുണ്ടല്ലോ,
ആ പെടക്കലിന് സമ്മതിക്കാതെ ഇവൻ അതിനെങ്ങനെ പിടിച്ചു വെക്കുകയോ അങ്ങനെ പെടക്കൽ ഇല്ലാതെ നിയന്ത്രിക്കുക, അത് ചെയ്യരുത്, കറാഹത്താണ്. മരിക്കുന്ന ജീവിയല്ലേ, അതൊക്കെ പിടയ്ക്കട്ടെ. ഇനി വയഹ്റുമു ദബ്ഹു, അറവ് ഹറാമാണ്, മിൻ കഫാഹു, മൃഗത്തിൻ്റെ പെരടിയുടെ ഭാഗത്ത്. അപ്പോൾ കഴുത്തിൻ്റെ പുറം ഭാഗമില്ലേ, ആ ഭാഗത്തോടെ അറുക്കുക. അങ്ങനെയല്ലല്ലോ, കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഏറ്റവും മേൽഭാഗമായിട്ട് ആണ് അറുക്കേണ്ടത്. അപ്പോൾ കഴുത്തിൻ്റെ പുറകിൽ പെരടിയിൽ, അതേപോലെ ഒമിൻ സഫഹത്തി ഉനുഖിഹി, മൃഗത്തിൻ്റെ കഴുത്തിൻ്റെ സൈഡ് ഭാഗം അവിടെ അറുക്കുക കറാഹത്താണ്. ഒമിൻ ഉദുനിഹി, അതേപോലെ തന്നെ മൃഗത്തിൻ്റെ ചെവിയിലെ ചെവിയുടെ ആ ഭാഗത്തു നിന്നൊക്കെ അറുക്കുക. അങ്ങനെയൊക്കെ ചെയ്യൽ ഹറാമാണെന്ന് പറയണത്, ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഈ പറഞ്ഞു വന്നു, അതൊന്നും ഒരു ജീവിയെ, നമുക്കിപ്പോൾ എന്താ വേണ്ടത്, ഈ ജീവിയുടെ ജീവൻ പോകണം, അത് മരിക്കണം, അതിന് നല്ല രീതിയിൽ പെട്ടെന്ന് അത് വളരെ റാഹത്തായി മരിക്കാനുള്ള വഴി ഉണ്ടാക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ച അറവിൻ്റെ ശൈലി. ഇപ്പം ഈ പറഞ്ഞ രൂപങ്ങളൊക്കെ അതൊക്കെ ആ മൃഗത്തെ ഉപദ്രവിക്കലാണ്, അതുകൊണ്ട് ഹറാമാണ്. വയുക്റഹു, കറാഹത്താണ്, മാ ദബഹഹു മജ്നൂൻ, ഭ്രാന്തൻ അറുത്ത ജീവി, അതിനെ ഭക്ഷിക്കൽ കറാഹത്താണ്. ഭ്രാന്തനെ അറുത്തേക്കണേ. ഔ സക്കറാനുൻ, അല്ലെങ്കിൽ ഒരു ലഹരി പിടിച്ചവനാണ് അറുത്തത്. ഔ ഗൈറു മുമയ്യിസിൻ, അല്ലെങ്കിൽ തമ്മീസെത്താത്ത കുട്ടിയാണ് അറുത്തത്, വകതിരിവെത്തിയിട്ടില്ല കുട്ടിക്ക്, ചെറിയ കുട്ടിയാണ് അറുത്തത്. ഔ അഴ്മ, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളാണ് അറുത്തത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അറുത്തത് കറാഹത്താണ്, കഴിക്കൽ. അവിടെ അടിക്കുറിപ്പിലൊരു കാര്യം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വേട്ടമൃഗമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കറക്റ്റ് പിടിച്ചു വെച്ച അറുക്കുമല്ല, വേട്ടമൃഗത്തിനെ എന്ത് ചെയ്യുവാണ്, നമ്മൾ എന്തെങ്കിലും, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, എന്തെങ്കിലും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് അതിനെ എറിയുക, അങ്ങനെയൊക്കെ പിടിക്കാം. ഉദാഹരണം, ഒരു മുയലിനെ അവിടെ പറഞ്ഞത് ഫയഹ്റുമു മിൻഹു മാ ഖതലഹുൽ അഅമ, ഒരു കണ്ണ് കാണാത്ത ആളാണ് അങ്ങനെ ഒരു മുയലിനെ ആയുധം ഉപയോഗിച്ച് എറിയുക എന്നതൊക്കെ ചെയ്തതെങ്കിൽ അത് പറ്റൂല, അത് ഹറാമാണ് എന്നാ. അതൊന്നും അഅമ, അന്ധൻ ചെയ്യാൻ പറ്റിയ കാര്യമല്ല അത്. അങ്ങനെ അവനങ്ങനെ ലക്ഷ്യമൊന്നുമില്ലല്ലോ, എവിടെയാണെന്ന് വിചാരിച്ചിട്ട് എറിയണത്. അപ്പം അത് ഹറാമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അന്ധൻ കൊലപ്പെടുത്തിയ മൃഗേ അത് തിന്നാൻ പാടില്ല. വളരെ പ്രസക്തമായ മറ്റൊരു ചർച്ച ആരംഭിക്കുകയാണ്, അൽ ഉദ്ഹിയത്തു. നമ്മുടെ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നിർവഹിക്കുന്ന വലിയ പുണ്യകരമായ ഒരു സംഗതിയാണല്ലോ ബലികർമ്മം. ഹുക്കുമു തദ്ഹിയത്തി, ഒന്നാമതായിട്ട് ഉദ്ഹിയത്തറുക്കലിൻ്റെ വിധിയാണ് പറയണത്. ഹിയ, ഉദ്ഹിയത്തറുക്കൽ എന്ന സംഗതി സുന്നത്തു മുഅക്കദത്തുൻ, ശക്തമായ സുന്നത്താണത്. ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും, മുക്കല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള മുസ്ലിം, ഹുരിൻ, ആൾ സ്വതന്ത്രനും ആവണം, അടിമയല്ല, റഷീദിൻ, ആള് ഒരു നല്ല നടപ്പുള്ള ആളാകണം, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും മറ്റൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആളാണ്, സാമ്പത്തിക വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്, അങ്ങനെയുള്ള ആൾ. മാത്രമല്ല കാതിരിൻ, ആൾ കാതിറാണ്, കഴിവുള്ള ആളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഈ കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ, നദറക്കഹ ഫാദിലത്തൻ അൻ ഹാജത്തിഹി വ ഹാജത്തി മമൂനിഹി യൗമൽ ഈദി വ ലൈലത്തഹു എന്നവിടെ അടിക്കുറിപ്പിൽ കാണാം. ഉലഹിയത്തിൻ്റെ ഒരു മൃഗം
ഇവൻ്റെ പെരുന്നാളിൻ്റെ വലിയ പെരുന്നാളിൻ്റെ രാവും പകലും ഇവനും ഇവൻ്റെ ആശ്രിതരായ ആളുകളുടെയും ആവശ്യത്തിന് എന്താണോ വേണ്ടത് അത് കഴിച്ച് അതിന് വേണ്ട പണം കഴിച്ചിട്ട് ഒരു മൃഗം ബലി നടത്താൻ ഉള്ള സാമ്പത്തികം ഇവനുണ്ട്. മൃഗം ബലി നടത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ ശേഷം പറയാൻ പോകുന്നുണ്ടല്ലോ, മൃഗം പൂർണ്ണമായൊരു മൃഗം അങ്ങനെ ആവണമെന്ന് തന്നെ ഇല്ല, പകരം മാട് പോലെയുള്ള മൃഗത്തിൽ ഷെയർ ചേർന്നാലും മതി. അപ്പം അങ്ങനെ അത് നിർവഹിക്കാൻ ആവശ്യമുള്ള ഒരു പണം ഇവൻ്റെ കയ്യിലുണ്ട്. ബലിപ്പെരുന്നാളിൻ്റെ രാവും പകലും ഇവനും ഇവൻ്റെ ആശ്രിതർക്കുമുള്ള ആവശ്യത്തിനുള്ളത് കഴിഞ്ഞിട്ട് മിച്ചമായിട്ട് ഇത് നിർവഹിക്കാനുള്ളൊരു സാമ്പത്തികമുണ്ട്. അതാണ് കുദറത്ത്, കഴിവ് എന്ന് പറഞ്ഞത്. ആ കഴിവുള്ള ആൾക്ക് ഇത് ശക്തമായ സുന്നത്താണ്. ഫയുക്റഹു ലഹു, അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് കറാഹത്താണ് തർക്കുഹ, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഒരു വീട്ടിൽ പല ആളുകളും ഉണ്ട് എങ്കിൽ സുന്നത്ത് കിഫായ ആണ്. അത് സുന്നത്ത് കിഫായ എന്ന് പറഞ്ഞാൽ പല ആളുകളുമുണ്ട്, അതിൽ ഒരാളത് നിർവഹിച്ചു എങ്കിൽ പിന്നെ എല്ലാവരുടെയും സുന്നത്ത് അവിടെ നിർവഹിക്കപ്പെട്ടു എന്നാണ്. ആരും അത് ചെയ്തില്ല എങ്കിൽ ആ എല്ലാവരിലേക്കും ആ കറാഹത്ത് വരും, ഈ കഴിവുള്ള രൂപമാണെങ്കിൽ. വഇന്നമാ തസിഹു ബിജദഇ ലഇനിൻ, നെയ്യാടാണെങ്കിൽ ഒരു വയസ്സുള്ള നെയ്യാട്, അതാണ് ഉളുഹിയത്തിന് പറ്റുന്ന മൃഗം. അതുകൊണ്ടാണ് ഉളുഹിയത്ത് ശരിയാകുക. നെയ്യാടാണെങ്കിൽ അതിന് ഒരു വയസ്സ് വേണം. ഔ സനി മഅസിൻ ഔ ബക്കരിൻ, കോലാടാണെങ്കിൽ അല്ലെങ്കിൽ മാടാണെങ്കിൽ അതിൽ നിന്നുള്ള സനിയാണ് വേണ്ടത്. കോലാട്, മാട്, അതിൽ നിന്നുള്ള സനി എന്ന് പറഞ്ഞാൽ 2 വയസ്സുള്ളതാണ്. മാട് എന്ന് പറയുന്നതിൽ പെട്ടതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള എരുമ, പോത്ത്, മൂരി, പശു, കാള, അതൊക്കെ ഈ പെട്ടതാണ്. അതിനൊക്കെ 2 വയസ്സാണ് വേണ്ടത്. കോലാടിനും 2 വയസ്സാണ്. ഔ ഇബിലിൻ, അല്ലെങ്കിൽ ഒട്ടകമാണെങ്കിൽ അതിൻ്റെയും സനിയാണ് വേണ്ടത്. ഒട്ടകത്തിൻ്റെ സനി എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള ഒട്ടകം. ബിനിയത്തി ഉദഹിയത്തിൻ, ഉദഹിയത്ത് നിർവഹിക്കുന്നു എന്ന നീയത്താണ് വേണ്ടത്. നീയത്തോടു കൂടെയാണ് അത് ചെയ്യേണ്ടത്. ഇന്ദദബഹിൻ, ഒന്നുകിൽ അറുക്കുന്ന സമയത്ത്, ഔ തഈനിൻ, അല്ലെങ്കിൽ നമ്മൾ ആ മൃഗത്തെ നേരത്തെ തിട്ടപ്പെടുത്തുമല്ലോ. ഉദഹിയത്ത് മൃഗമായിട്ട് നമ്മളൊരു മൃഗത്തെ തീരുമാനിച്ചു, ആ തീരുമാനിച്ച സമയത്ത് എന്ത് ചെയ്താൽ മതി? നീയത്ത് ചെയ്താൽ മതി. നവൈത്തുൽ ഉദഹിയത്തുൽ മസ്നൂന, ഞാൻ ഈ സുന്നത്തായ ഉദഹിയത്തിനെ കരുതുന്നു. അല്ലെങ്കിൽ നവൈത്തു അതാ സുന്നത്തി തദ്ഹിയ, ഉദഹിയത്ത് നിർവഹിക്കുക എന്ന സുന്നത്ത് ഞാൻ നിർവഹിക്കുന്നു. അങ്ങനെ ആണ് നിയ്യത്ത്. നേരത്തെ തന്നെ നമ്മൾ ഒരു പ്രത്യേക നിർണിതമായ ഒരു മൃഗത്തെ കണ്ടിട്ട് തീരുമാനിച്ചിട്ട് ഈ മൃഗത്തെ ഉദഹിയത്തെറുക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു, നാവ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു, നേർച്ചയാക്കി. എന്നാൽ പിന്നെ ഇനി അവിടെ നിയ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നിയ്യത്ത് വെച്ചോളണമെന്നൊന്നുമില്ല. വയജൂസു, അനുവദനീയമാണ്, അൻ യുവക്കില മുസ്ലിമൻ മുമയ്യിസൻ ഫി നിയ്യത്തി വദബഹി, ഇങ്ങനെ നിയ്യത്ത് വയ്ക്കാനും അതേപോലെ അറുക്കാനും ഒക്കെ ഒരു വകതിരിവുള്ള മുസ്ലിമിനെ വക്കാലത്താക്കൽ അനുവദനീയമാണ്. നിയ്യത്തും നമ്മൾ വെക്കണില്ല, അറവും നിയ്യത്തും എല്ലാം കൂടി ഒരാളെ അങ്ങോട്ട് വക്കാലത്താക്കുക, നീ അത് ചെയ്യണം എന്ന്. വലാ യുദഹി അഹദുൻ, അങ്ങനെ വക്കാലത്താക്കൽ അനുവദനീയാണെന്നാണ് പറഞ്ഞത്. ഇനി വലാ യുദഹി അഹദുൻ അൻ ഹയ്യിൻ, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ആ ആളുടെ സ്ഥാനത്ത് ഒരാളും ഉദഹിയത്തറക്കരുത്, നിർവഹിക്കരുത്. ഇല്ലാ ബിഇദ്നിഹി, അവൻ്റെ സമ്മതത്തോടു കൂടെ അല്ലാതെ. അതായത് ഇവിടെ ഒരാളുണ്ട്, ആ ആളുടെ പേരിൽ ആ ആളുടെ ഉദഹിയത്തായിട്ട് നിർവഹിക്കുന്നു, പക്ഷെ അത് ചെയ്യണത് വേറൊരാളാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അയാളുടെ സമ്മതം വേണം. ആരുടെ പേരിലാണോ ഇത് നിർവഹിക്കുന്നത് ആ ആളുടെ സമ്മതം വേണം.
വാൻ മയ്യത്തിൻ, മയ്യത്തിൻ്റെ പേരിൽ ഉളഹിയത്ത് നിർവഹിക്കാൻ പാടില്ല. ഇല്ലാ ബി ഈസാഇഹി, മയ്യത്ത് വസിയത്ത് ചെയ്യൽ കൊണ്ടല്ലാതെ. മയ്യത്ത് വസിയത്ത് ചെയ്തിരുന്നു, എൻ്റെ പേരിൽ ഉളഹിയത്ത് അറക്കണം, മയ്യത്തിന് കൂലി കിട്ടുന്ന രീതിയിലേ ഉളഹിയത്ത് അറക്കണം എന്ന് അങ്ങനെ വസിയത്ത് ചെയ്തു. അങ്ങനെ വസിയത്ത് ചെയ്താൽ പറ്റും. ഫൈൻ ഫാല, അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അപരൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഇല്ലാതെ മറ്റുള്ളൊരാളുടെ, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ സമ്മതമില്ല, അല്ലെങ്കിൽ മയ്യത്ത് വസിയത്ത് ചെയ്തിട്ടുമില്ല, അങ്ങനെയൊന്നും ഇല്ലാതെ ഇവനങ്ങ് നിർവഹിച്ചാൽ ലം തസിഹ, ശരിയാവൂല, വസിയത്ത് ശരിയാവൂല. വലവുകാല, ഒരാൾ വേറൊരാളോട് പറഞ്ഞു, ദഹി അന്നീ, എൻ്റെ പേരിൽ നീ ഉദഹിയത്ത് നിർവഹിക്ക് എന്ന് പറഞ്ഞാൽ, ഫപാല കദാലിക്ക, അവൻ അത് നിർവഹിച്ചു, ആ രീതിയിൽ തന്നെ നിർവഹിച്ചു. ഇത് എന്നോട് പറഞ്ഞ ആൾക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ ആ രീതിയിൽ നിയത്തൊക്കെ ചെയ്ത് തന്നെ ഉദഹിയത്ത് നിർവഹിച്ചാൽ സ്വഹ, അത് ശരിയാകും. വഖഫ, അത് മതിയാവുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്താ ഉണ്ടാകണമെന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി നീ ഒരു മൃഗം വാങ്ങണം, എന്നിട്ട് നീയത്തോടു കൂടെ നീ അത് അറുക്കണം എന്ന് പറയലാണ് വഹി അന്നി, എൻ്റെ പേരിൽ നീ ഉളിയത്ത് അറുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ മറ്റേ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാകും. അപ്പോൾ അത് ഇവൻ്റെ കാര്യം തന്നെയാണ്. ഇത് ആരാണോ പറഞ്ഞത് ആ ആളുടെ ഉളിയത്തായിട്ട് തന്നെയാണ് അത് വരിക. തഖബ്ബലല്ലാഹ്.